ഹലോ കൂട്ടുകാരെ, ഇന്ന് സൺഡേ ആണ്. സൺഡേ സ്പെഷ്യൽ ഒരു മട്ടൻ കറിയാണ്. എല്ലാ സൺഡേയും ഞങ്ങൾക്ക് സ്പെഷ്യൽ അല്ല, പക്ഷേ ഇന്നൊന്നും ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. നിങ്ങളുടെ വീട്ടിൽ സൺഡേ എന്താണ് സ്പെഷ്യൽ ഉണ്ടാക്കാറ് എന്നെനിക്ക് കമൻറ്റ് ചെയ്യാനും അതോടൊപ്പം ഈ മട്ടൻ കറി ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഒരു പാത്രത്തിലേക്ക് മട്ടൻ കഷ്ണങ്ങൾ തട്ടിയിട്ട് 3 വെള്ളം കഴുകി എടുത്തു വയ്ക്കാവുന്നതാണ്. കുക്കറിലേക്ക് കഴുകിയ മട്ടൻ വെള്ളമെല്ലാം വാർന്നു പോകും വിധം വാരി ഇട്ട് വയ്ക്കാം. മട്ടൻ ആവശ്യമായ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലി പൗഡർ എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കുഴച്ച് ഒരു 3 വിസിലടിച്ച് വേവിച്ച് ഇറക്കി വയ്ക്കാവുന്നതാണ്. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി എന്നിവ ക്രഷ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഒരുപാട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണ്ട. ഞാനിവിടെ 1.5 കിലോ ഇറച്ചിയാണ് എടുത്തിരിക്കുന്നത്. 750 ഗ്രാം സവാള എടുത്ത് നീളത്തിൽ ഞുറുക്കി വയ്ക്കാവുന്നതാണ്. കോക്കനട്ട് ഓയിൽ തന്നെ എടുക്കുക. കരിവേപ്പിലിട്ട് കടുക് പൊട്ടിക്കാവുന്നതാണ്. കടുക് ചേർക്കില്ല. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ഇതിലേക്കിട്ട് ലോ ഫ്ലെയിമിൽ നല്ല പോലെ ഇളക്കി കൊടുക്കാവുന്നതാണ്. ഫ്ലെയിം കൂടിപ്പോയാൽ ഇഞ്ചി അടിപിടിക്കും. സവാള നീളത്തിലരിഞ്ഞത് ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇല്ലെങ്കിൽ സവാള മാത്രം ഇളക്കുന്ന സമയത്ത് ഇഞ്ചി അടിപിടിച്ചു പോകും. ഈ സമയം നമുക്ക് തക്കാളി ഞറുക്കി വയ്ക്കാവുന്നതാണ്. സവാള വേവുന്നതിനായി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇറച്ചിയിൽ ആദ്യമേ ഉപ്പ് ചേർത്തിട്ടുണ്ട്. തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. സവാളയും തക്കാളിയും ഒന്ന് വെന്ത് ഉടഞ്ഞ പാകമെത്തുമ്പോൾ കുക്കറിൽ വേവിച്ച ഇറച്ചി ഇതിലേക്ക് ചേർത്ത് ആ കുക്കറിലുള്ള വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാവുന്നതാണ്. തേങ്ങ തിരുമ്മി കുറച്ച് വെള്ളമൊഴിച്ച് തേങ്ങാപ്പാലെടുക്കുക. ഒരുപാട് വെള്ളമായി പോയാൽ തേങ്ങ നന്നായി അരഞ്ഞ് കിട്ടില്ല. ശേഷം ഈ ഇറച്ചി കഷ്ണങ്ങളിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാവുന്നതാണ്. നല്ല പോലെ തിളച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നാരങ്ങ നീര് പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ്. കറിയൊന്ന് കുറുകുന്ന സമയം ഒരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് കാശ്മീരി ചില്ലി പൗഡർ, മല്ലിപ്പൊടി, ഹോം മെയ്ഡ് ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്ത് എടുത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല പോലെ കറിയൊന്ന് ഇളക്കി കൊടുക്കേണ്ടതാണ്. നല്ല പോലെ തിളച്ച് കറിയൊന്ന് കുറുകി ആ എണ്ണ അംശം മേളിൽ തെളിഞ്ഞു വരുന്ന സമയത്ത് മല്ലിയില, പുതിനയില ചെറുതായി ഞുറുക്കി കറിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാവുന്നതാണ്. കരിവേപ്പിലയും തൂകി ഉപയോഗിക്കാവുന്നതാണ്. ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യണേ.